ഇന്ന് കുഴപ്പമൊന്നുമില്ല, നമ്മൾ അഹങ്കരിക്കാതിരുന്നാൽ മതി. നമ്മുടെ സമ്പാദ്യത്തിൽ നമ്മൾ പെട്ടെന്ന് അഹങ്കരിച്ചു പോകും. അത് പാടില്ല. സ്റ്റേ കാം, സ്റ്റേ ഹംബിൾ. എത്ര സമ്പാദ്യമുണ്ടെങ്കിലും നമ്മൾ പച്ചയായ മനുഷ്യരാ, ആരുടെ മണ്ണിലേക്ക് പോകാനിരിക്കുന്നവരാ. ആ ബോധത്തിൽ ജീവിച്ചാൽ മതിയല്ലേ. സമ്പാദ്യം എന്നത് കുറെ കിട്ടലല്ല, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടലാണ്. നമുക്കൊരു വീടുണ്ട്, ആ വീട് കണ്ട് സന്തോഷിക്കുക, കണ്ണ് ചിമ്മിട്ട് ആലോചിക്കുക, പടച്ചവനെ, ഇരിക്കാനൊരു കൂരയില്ലാത്ത എത്രയായിരം കോടിക്കണക്കിന് ആളുകൾ സഹാറ മരുഭൂമിയിലുണ്ട് നമ്മൾ പറഞ്ഞതിപ്പോ നമ്മുടെ നാട്ടിലില്ലേ, നമ്മുടെ അയൽപക്ക സംസ്ഥാനങ്ങളിലില്ലേ, നമ്മുടെ ചുറ്റുവട്ടങ്ങളിലില്ലേ. അള്ളാഹു ഒരിക്കലും വീടുണ്ടല്ലോ. എന്നാലും ഇപ്പൊ എന്റെ വീട് 2000 സ്ക്വയർ ഫീറ്റ് അല്ലേ ഉള്ളൂ, മറ്റവൻ്റെത് ഇന്നലെ ഉദ്ഘാടനം കഴിഞ്ഞ 8000 ഉണ്ടല്ലോ, 15,000 ഉണ്ട്. എന്തിനാ അത് ആലോചിക്കേണ്ട കാര്യം? നമുക്കുള്ളതിൽ നമ്മൾ സന്തോഷിച്ചാൽ നമ്മൾ മുതലാളിമാരാണ്. ദുന്യാവിൽ ഈശ്വരിക്കാൻ്റെ വീടിൻ്റെ അത്ര എൻ്റെ വീടില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് എന്താ കാര്യം? അള്ളാഹു ഓരോരുത്തർക്ക് കൊടുത്തു. യശ, പടച്ചോൻ എന്ത് ചെയ്യും? ഇഷ്ടമുള്ളവർക്ക് ബിഗൈരി ഹിസാബ് ചിലപ്പോൾ വാരിക്കോരി കൊടുത്തെന്ന് വരും. എല്ലാ മനുഷ്യർക്കും ഒരുപോലെയാണോ? അല്ല. എനിക്കുള്ളതിൽ ഞാൻ സംതൃപ്തനാണ്. നിങ്ങളുടെ ഹൃദയത്തിനുള്ളിലാണ് നിങ്ങൾ മുതലാളിയാണെന്നത് അള്ളാഹു വെച്ചിട്ടുള്ളത്.